അതെ, ഈ ഭദ്രം വെറുതെ പറയുകയല്ല, ഭൂമിയുടെ നിലവാരം നോക്കി വില പറയണം. ഇപ്പോ ശവപ്പറമ്പിന് പോലും ലക്ഷങ്ങള്. ആ സ്ഥിതിക്ക് നമ്മൾ കണ്ട ഭൂമി അത്ര മോശമൊന്നുമല്ല. ഇതാ നമ്മൾ തമ്മിലുള്ള പ്രശ്നം. മണ്ണ് പണത്ത് നോക്കി വില പറയാൻ പെരുന്തച്ഛന് തായ് വഴി പിറന്നവരാരും ആലത്തൂരിലില്ല. പിന്നെ നാട്ടുകിടപ്പനുസരിച്ചുള്ള വില അതെന്തായാലും കൊടുത്തേക്കാം. ഇത് നമ്മുടെ കല്യാണിയല്ലേ? ശിവ എന്താ ഒരു മാറ്റം! തീരെ ചുക്കിച്ചുളിഞ്ഞല്ലോ കല്യാണിയെ. എന്റെ ആലത്തൂര് കാർന്നോരെ, പല്ല് കൊഴിഞ്ഞ് സ്വർണം കെട്ടിയാലും എടുത്തു പൊക്കാൻ ആശാരിയുടെ വടി തന്നെ വേണം. ഭദ്ര, അതവള് നമുക്കിട്ടൊരു പഴയ താങ്ങിതാ. ആലത്തൂരിലെ അടുക്കളക്കാരിയല്ലായിരുന്നു അവള്. ഇരിക്ക. ആലത്തൂരിന്ന് എല്ലാവരും ഇനി വരുമെന്ന് കരുതിയില്ല. അങ്ങനെ വെച്ചാ സദ്യവട്ടങ്ങളൊക്കെ ആവായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാവും ഭാഗത്തെ സ്ഥലവും കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ. അപ്പോ വിവാഹകാര്യവും സംസാരിക്കാലോ. അതേതായാലും നന്നായി. ഭദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം മുറ പോലെ നടക്കട്ടെ. ഞങ്ങളെല്ലാരും വന്ന് പെൺകുട്ടീനെ ഒന്ന് കാണാം. പെൺകുട്ടിയെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ സുഭദ്രാമ്മ ചെറുപ്പത്തി എങ്ങനെയിരുന്നോ അതേ ചന്തിയും ചന്തവും ഉള്ള പെണ്ണ ഉണ്ണിമായ. മോഹിപ്പിക്കണ ഒരു വശ്യത ഉണ്ടാവണം പെണ്ണുങ്ങേ, അല്ലേ ഭദ്ര? ആലത്തൂരെ ആണുങ്ങള് പെണ്ണുങ്ങളെ മോഹിക്കാറുണ്ടെന്ന് ഞാൻ നന്നേ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. ആലത്തൂരെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണോ? ഞാൻ ശ്രീകുട്ടനെ വിളിക്കാം. അവൻ ഉറങ്ങാണ്. കല്യാണി. വേണ്ട സുഭദ്രേ, ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് സമ. ഞങ്ങൾ അങ്ങോട്ട് ചെയ്ത് കണ്ടോളാം. കാണേണ്ട കാര്യമൊന്നുമില്ല, ചെറുക്കം മിടുക്കനാ. അത് ശരിയാ. എന്റെ ചേച്ചി, ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്തുകൊണ്ടും ഇതൊരു നല്ല ബന്ധം തന്നെയാ. എന്താ സ്വത്തുവകകള്. പെണ്ണിനെ കാണാനും തരക്കേടില്ല. ഇനി കഷ്ടിച്ച ഒരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് ഈ കല്യാണം നമുക്ക് നടത്തണം. ഇപ്പൊ കച്ചവടം പറഞ്ഞു വെച്ചേക്കുന്ന കാവുംഭാഗത്തെ 2.5 ഏക്കർ പറമ്പും ഈ പെണ്ണിന്റെ പേർക്കാ വാങ്ങുന്നത്. ഗായത്രി വല്ലാണ്ട് വേദനിച്ചുട്ടോ. ബാലകുട്ടി പോവാ. നീ എന്താ മോളെ കാണിച്ചേ? അവനൊരു വകതിരിവില്ലാത്ത കൊച്ചനാ. വകതിരിവ്? ആ രൂപം കാണുമ്പോഴേ എനിക്ക് കലി കയറും. ഇനി എങ്ങാനും വെളച്ചിലെടുക്കാൻ എന്റെ അടുത്ത് വന്ന ആ കരണക്കുറ്റിക്ക് നോക്കി ഞാൻ ഒന്ന് പൊട്ടിക്കും. പറഞ്ഞേക്കാം. ഈ അമ്മാവന്റെ ഒരു കാര്യം. ഗായത്രിക്കുട്ടി, നിനക്ക് നാളെ 20,000 രൂപ ഫീസ് അടക്കണ്ടേ? അത് സംഘടിപ്പിക്കാൻ പോയതല്ലേ? എന്ത് പറ്റിയോ ആവോ? മോളെ, അമ്മാവൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. വണ്ടി എടുത്ത് ഇങ്ങോട്ട് വാടി എന്റെ മോളെ. മോളെ ഗായത്രി, മോളെ ഗായത്രി, ഗായത്രി.
അങ്ങനെ ഞങ്ങൾ പോയാലോ മോളെ? കണ്ട ലോറിക്കാരോടും കവലച്ചട്ടമ്പികളോടും ഒക്കെ വഴക്കും വക്കാണോ ഉണ്ടാക്കുമെന്ന് വെച്ചാ ഇതിലും വലിയ നാണക്കേട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്രീകുട്ടാ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ അമ്മയാകുന്നതിന് മുമ്പ് വാഴും കോവിലെടുത്ത രാജശേഖരന്റെ മോളാണ് ഞാൻ. ആ സുഭദ്രയാ പറയുന്നത്. നിന്റെ അത്ര പഠിപ്പ് ലോകപരിചയം ഇല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സുഭദ്രയ്ക്കുണ്ട്. കണ്ടുവരുമായി വഴക്കൂടാ നിന്നോട് ആരാടാ പറഞ്ഞേ? തോന്നിവാസം അല്ലാതെന്താ ഇതിനൊക്കെ പറയാ? നാട്ടിലുള്ള ആരൊക്കെ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? അതൊക്കെ തീർക്കാൻ നീ പഴയ പ്രജാപതി ഒന്നും അല്ലല്ലോ. വാഴും കോവിലെടുത്തിന് അതിന്റേതായ അന്തസ്സും ആഭിജാത്യം ഉണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അതിന് തുനിഞ്ഞവരെ ഇരിക്കാൻ പെണ്ണം വെച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നീ ഓർക്കണം. അതിനിപ്പം ഇവിടെ എന്ത് സംഭവിച്ചു അമ്മ പറയുന്നേ? ഏതോ ഒരു പെണ്ണിനെ ആരൊക്കെ കയറി പിടിച്ചതിന് നിനക്കെന്താടാ? ഏതോ ഒരു പെണ്ണിനെ ആരോ കയറി പിടിച്ചെന്നോ? എന്നാ അമ്മയ്ക്ക് തെറ്റി. അവൾ ഏതോ ഒരു പെണ്ണല്ല, ഈ വാഴും കോവിലെടുത്ത് തന്നെയാ. ഇവിടുത്തെ പഴയ പത്തായപ്പരയെ കൂട്ടിട്ടിരിക്കുന്ന നെല്ലില്ലേ, ആ നെല്ല് വിളിയുന്ന ഭൂമിയുടെ നേർപകുതി അവകാശി. എന്തോ നേർപകുതി അവകാശിയോ? ആ എറണംകെട്ട ജന്മങ്ങൾക്ക് സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല ഞാൻ. ഈ വാഴും കോവിലിടം നാടരക്കി ഭരിച്ചിരുന്ന വലിയ തമ്പുരാക്കന്മാർ ജീവിച്ചിരുന്ന സ്ഥല. അങ്ങനെയുള്ള ഈ ഇടത്തില് ഒരു തേവിടിച്ചിയുടെ മകളും കയറി നിരങ്ങാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നിനക്കറിയോ, എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പുരാൻ ആയുസ് തീർന്നല്ല മരിച്ചത്. മൂത്ത മകൻ ശേഖരൻ ആ നാടകക്കാരി സുജാതയെ വിവാഹം കഴിച്ചെന്ന ഒറ്റ കാരണത്തിലാ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. ആ രാജശേഖരൻ തമ്പുരാൻ പണ്ട് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പട്ടാമ്പിന്നൊരു വെളുത്തെടുത്തിനെ, അതായത് ഭദ്രമാമ്പയുടെ അമ്മേനെ. അന്നാരും ഇവിടെ ചങ്കോട്ടി ചത്തില്ലല്ലോ. എന്താണ് പറഞ്ഞത്? ഭദ്രമാമൻ ചേർന്നുള്ള കളിയാണല്ലേ? ഞാൻ തീരുമാനങ്ങളൊന്നും മാറ്റണ്ട. എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അറിയിക്കാം. അമ്മ കേട്ടോ, സഖാവം ശേഖര തമ്പുരാന്റെ മകൾ ഗൗരി ഗായത്രിയെ ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പെരിങ്ങോട്ട് വരെ ദേശത്തെ വാഴും കോവിലെടുത്ത് ഈ സ്ത്രീ കൊണ്ട് തമ്പുരാൻ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല, പറഞ്ഞേക്കാം. ഭദ്ര